ശ്രീ ജോസ് മാവേലി എവിടെ തിരിഞ്ഞു നോക്കിയാലും പട്ടികളാണ്, പട്ടികളേ ഉള്ളൂ. ദാ ഇന്നും വന്നു 3-4 വാർത്ത, ആ തെരുവുനായ ആക്രമണം, കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കുന്ന ഭീകര ദൃശ്യങ്ങൾ, അവരുടെ പേടിച്ചരണ്ട നിലവിളികൾ. 2 ദിവസത്തിൽ 1 എന്ന ആവറേജിൽ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാണ്. പേവിഷ മരണങ്ങൾ കൂടുന്നു. ലൈഫ് സ്റ്റോക്കിന്റെ ഏതോ വർഷത്തെ കണക്ക് പ്രകാരം തന്നെ ലക്ഷക്കണക്കിന് പട്ടികളാണ്. ഇപ്പോൾ അതിന്റെ ഇരട്ടിയോളമായി കാണണം. ഇതിനെയൊക്കെ പിടിച്ച് ഷെൽട്ടറിലാക്കൽ യഥാർത്ഥത്തിൽ നടപ്പുള്ള കാര്യമാണോ? മന്ത്രി എം പി രാജേഷ് പറയുന്നത് കാര്യമല്ലേ ശ്രീ ജോസ് മാവേലി? ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ടും അതോടൊപ്പം തന്നെ കോടിക്കണക്കിന്, ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ അഭിവാദ്യങ്ങളും അവരുടെ ആശംസകളും നേരുകയാണ്. ഇങ്ങനൊരു വിധിക്ക് വേണ്ടി ഇവിടെ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എത്രയോ പാവപ്പെട്ട ജനങ്ങളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കീറി അവരുടെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ചർച്ചയിലിരിക്കുന്ന നമ്മുടെ ഒരു അമ്മച്ചി, നിയാമോളുടെ അമ്മച്ചി നമ്മുടെ ഇന്നിപ്പോൾ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ എത്ര മാലാ കൊച്ചുങ്ങളെയാണ് തെരുവ് പട്ടികൾ കടിച്ചു കീറിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് വാർത്തകൾ വരുന്നത്, മറ്റു സംസ്ഥാനങ്ങളിൽ വാർത്ത പോലുമില്ല. എന്തുമാത്രം പേരെയാണ് ഒരു ദിവസം 1000-ഓളം പേരെയാണ് തെരുവ് പട്ടികൾ കടിച്ചു കീറുന്നത് നമ്മുടെ ഇന്ത്യയിൽ. കേരളത്തിൽ 100 കണക്കിന് ആൾക്കാരായി. അത്രയ്ക്കും തെരുവ് പട്ടികൾ ഇവിടെ വിലസുകയാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിൻ്റെയൊക്കെ ഈ പ്രസ്താവന കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അല്പം പോലും ഒരു എന്താ പറയുക, ഒരു മനസാക്ഷി കുറവ് പോലും സംസാരിക്കുന്നു. ഞങ്ങൾ എങ്ങനെയാണ് തെരുവ് പട്ടികൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കുന്നത്? നമുക്കൊരു സർവകക്ഷി യോഗം വിളിക്കുമോ? മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് കേരളത്തിലെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരും വിളിച്ച്, മത നേതാക്കളെ എല്ലാവരും വിളിച്ചിട്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കൂ. ആ സർവകക്ഷി യോഗത്തിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അഭിപ്രായം പറയും. എന്താണ് അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായം ഷെൽട്ടറുകൾ തന്നെ വേണം ഇപ്പോഴത്തെ സുപ്രീം കോടതി നിയമം അനുസരിച്ച്. അതിന് നമുക്കിവിടെ വനം പ്രദേശമില്ലേ? വേണ്ട വനം പ്രദേശമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഡോഗ് പാർക്കുകൾ, അതുപോലെ ഇവിടെയും ഡോഗ് പാർക്കുകൾ സൃഷ്ടിക്കാമല്ലോ. ഓരോ പഞ്ചായത്തുകൾക്കും ഇവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൈമാറണം. താങ്കൾ അതിന്റെ പ്രാക്ടിക്കൽ വശം ആലോചിച്ചിട്ട് പറയുന്നതാണോ? ഇത് നമ്മൾ നോക്കിപ്പോ ഈ പറയുന്ന 2,75,000 പട്ടി എന്ന കണക്ക് ഇപ്പൊ ഈ കൊച്ചി തന്നെ നോക്കി കാണും 3 ലക്ഷം പട്ടികൾ. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിലെ കണക്ക് ഒന്നുമല്ല, ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന്, ഇനി കോടിയോളം വന്നാലും അത്ഭുതപ്പെടാനില്ല. ലക്ഷക്കണക്കിന് അത്രയ്ക്ക് പട്ടികൾ, അത്രയ്ക്ക് നായ്പ്പെരുക്കമാണ്. ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് ഇതിനെ പിടിച്ച് വന്ധ്യംകരിക്കണം. വന്ധ്യംകരിച്ചതിന് ശേഷം പ്രത്യേക ശുശ്രൂഷയാണ്. അതിന് ആ സമയത്ത് പെല്ലറ്റൊന്നും കൊടുക്കാൻ പറ്റില്ല, വേറെ ഫുഡ് കൊടുക്കണം. എന്നിട്ട് അതിന് അകത്തിടണം, കാലാകാലങ്ങളിൽ ഫുഡ് കൊടുക്കണം. നടപ്പുള്ളതാണോ ശ്രീ? അല്ല, അതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ സ്പോൺസർമാരുണ്ട്. ഞങ്ങൾ തന്നെ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ എത്രയോ സ്പോൺസർമാരുണ്ട്. ഗവൺമെന്റ് കൊച്ചി സാറ് അദ്ദേഹം റെഡിയാണ് ഇതുപോലെ സ്പോൺസർ ചെയ്യാനായിട്ട്. മന്ത്രി രാജേഷ് ഒന്ന് ചെയ്താൽ മതി. നിങ്ങളുടെ അധികാരം ഈ പഞ്ചായത്തുകൾക്ക് കൈമാറട്ടെ. ഓരോ പഞ്ചായത്തിലും കീഴിലുള്ള തെരുവ് നായ്ക്കളെ അവരുടെ ഉത്തരവാദിത്തത്തിൽ ഷെൽട്ടറാക്കാൻ പറയണം. അതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ള തീരുമാനം എടുക്കാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കുന്നില്ല? അതല്ല ഏറ്റവും അത്യാവശ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചൊരു തീരുമാനം എടുക്കണം. ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ സർക്കാരിനോ. എന്തിനെന്ന് അറിയാമോ? ഇവിടെ അതിദരിദ്രം ഇല്ലാത്ത ഒരു കേരളം ആകുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് തെരുവ് നായ വിമുക്ത കേരളം നമുക്ക് സാധ്യമാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ഈ അതിദരിദ്രമില്ലാത്ത കേരളം ഇവിടെ ആവണമെങ്കിൽ ഈ തെരുവ് നായ്ക്കളെ ഇവിടുന്ന് മാറ്റണം. അല്ലെങ്കിൽ ഓരോ ദിവസവും 100 കണക്കിന് ആളുകൾ വീണ്ടും അതിദരിദ്രരാവാണ്. ഒരു തെരുവ് പട്ടി ഒരാൾ കടിച്ചാൽ, ഒരു വീട്ടിലെ ഒരു ജോലിക്കാരനെ, ഒരു പാവപ്പെട്ട ഒരു ജോലിക്കാരനെ തെരുവ് പട്ടി കടിച്ചാൽ അയാളുടെ ജീവിതം പോയോ? അയാൾ ആയുഷ്കാലം മുഴുവനും പേ പിടിച്ചുള്ള വിഷബാധയ്ക്കുള്ള മരുന്ന് കുത്തിവെച്ച് അങ്ങനെ എത്രയോ പൈസ അയാൾക്ക് ചെലവുണ്ട്. അയാൾ വീണ്ടും പട്ടിണിയിലാവാൻ പോകണം. പിന്നല്ലേ ഞാൻ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ തവണ ചർച്ചക്കെടുക്കുമ്പോൾ മനുഷ്യൻ വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ബൈക്കിന് കുറിയ വണ്ടി ആടിയതാണ്. ആയുഷ്കാലത്തേക്ക് പിന്നെ കൈ പൈസ ഇല്ല, മുടിഞ്ഞു എന്നാണ് പറയേണ്ടത്. ഞാൻ എത്താം ശ്രീ ജോസ് മാവേലി. ശരി, ഞാൻ ശ്രീ ജോസ് മാവേലി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.